ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ് ഒരു ബിസിനസ്സിന് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. രണ്ട് മെത്തേഡാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. ആദ്യം എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ടൈം വിത്ത് വിച്ച് ദി വൺ സൈക്കിൾ ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ, അതായത് ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങി വർക്കിംഗ് പ്രോഗ്രസ്സിലൂടെ എത്തി ഫിനിഷ്ഡ് ആയിട്ട് ഡെപ്റ്റേഴ്സിലേക്ക് കൊടുത്തു, ഡെപ്റ്റേഴ്സ് ക്യാഷ് ആയിട്ട് ഈ ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരിയഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാണുന്നത് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്ന് പറഞ്ഞു, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തത് കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഒന്നാമത്തത് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ക്യാഷായി മാറാൻ ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് റോ മെറ്റീരിയൽ വാങ്ങി റോ മെറ്റീരിയൽ ഫിനിഷ്ഡാക്കി വർക്കിംഗ് പ്രോഗ്രസ്സിലൂടെ ഫിനിഷാക്കി മാറ്റി ദെൻ ഡെപ്റ്റേഴ്സിലേക്ക് പോയി അത് അഗെയിൻ ക്യാഷായി വരാൻ എടുക്കുന്ന ഈ സമയം, ഓക്കെ, അതിനെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ് ആ സമയം വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ calculation of number of operating cycle in an year. ഒരു വർഷത്തിൽ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് വരുന്നുണ്ട് എന്നുള്ളത് കാണുക. ആദ്യം നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരിയഡ് എത്രയാണെന്ന് കണ്ടു. അതായത് ക്യാഷ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് വീണ്ടും ക്യാഷായി മാറാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടു. അങ്ങനത്തെ എത്ര സൈക്കിൾസ് ഒരു വർഷത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ രണ്ടാമത് കണക്കാക്കി. ദെൻ മൂന്നാമത്തത് എസ്റ്റിമേറ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ ആ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വർഷം വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൊണ്ട്, ഒരു വർഷത്തിലുള്ള ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കിട്ടും. എത്രയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ളത് എന്നുള്ളത് കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്സ് പറഞ്ഞു, കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കൂ, റോ മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ് ആക്കുന്നത്, വർക്കിംഗ് പ്രോഗ്രസ്സിൽ വരുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സിൽ വരുന്നത്, ദെൻ അത് ഡെപ്റ്റേഴ്സിൽ വരുന്നത്. ദെൻ നമുക്ക് നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത സമയത്ത് നമുക്കറിയാം, നമ്മൾ ഡെപ്റ്റേഴ്സിന് അനുവദിക്കുന്ന ഒരു പീരീഡ് അല്ലേ, ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ക്രെഡിറ്റേഴ്സ് നമുക്ക് അനുവദിക്കുന്ന ആ പീരീഡ്, ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്തില്ല, ആവശ്യമില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമുക്ക് എത്രയാണോ വർക്കിംഗ് ടൈം അനുവദിച്ചിരിക്കുന്നത്, 2 ദിവസമോ 10 ദിവസമോ എത്രയാണോ ക്രെഡിറ്റേഴ്സ് അനുവദിച്ചിരിക്കുന്നത്, അത്രയും ദിവസത്തേക്ക് നമുക്ക് എന്തില്ല, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ് എന്നുള്ളതാണ് 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ മെറ്റീരിയൽ നമ്മൾ അവിടെ സ്റ്റോറേജ് പീരീഡിൽ എത്ര കാലം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ്, റോ മെറ്റീരിയലിൻ്റെ ആവറേജ് സ്റ്റോറേജ് പീരീഡ് എത്ര. അതേപോലെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ, നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ആവറേജ് പീരീഡ് എത്ര, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ആവറേജ് പീരീഡ് എത്ര. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആവറേജ് സ്റ്റോറേജ് പീരീഡ് എത്ര. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ കളക്ഷൻ പീരീഡ്, ഡെപ്റ്റ് കളക്ട് ചെയ്യാൻ എടുക്കുന്ന പീരീഡ് അതെത്ര. ദെൻ ക്രെഡിറ്റേഴ്സിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡ്, ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. 6 റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ് കാണാൻ
ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, ഒരു വർഷം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ഒരു വർഷം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഇൻറ്റു 360. അപ്പോൾ ചില ഇക്വേഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. ആവറേജ് റോ മെറ്റീരിയൽ ഡെയിലി കൺസപ്ഷൻ കാണാം. ആവറേജ് ഡെയിലി കൺസപ്ഷൻ ഓഫ് റോ മെറ്റീരിയൽ. ആവറേജ് ഡെയിലി റോ മെറ്റീരിയൽ കൺസപ്ഷൻ എങ്ങനെയാണ് കാണുക? ടോട്ടൽ കൺസപ്ഷൻ ഡിവൈഡ് ബൈ 365. ടോട്ടൽ കൺസപ്ഷൻ, റോ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കൺസപ്ഷൻ ഡിവൈഡ് ബൈ 365. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഷോർട്ടാക്കിയതാണ്. എന്ത് പറയുന്നത്? ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. ആനുവൽ കോസ്റ്റിനെ എടുത്തിട്ട് പിന്നെ 365 കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ കുറഞ്ഞു കിട്ടും. ഓക്കെ, ദെൻ ഇനി ക്വസ്റ്റ്യനിൽ ആനുവൽ ഡെയിലി കൺസപ്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ 365 നിങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. ഇനി ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എങ്ങനെയാണ് കാണാം? ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കാണാൻ ഓപ്പണിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ 2. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കിട്ടും. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ടത് ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ നിങ്ങൾക്ക് സാധാരണ പ്രോബ്ലത്തിൽ തരും. ഇനി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കാണുക? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കാണാൻ ഓപ്പണിംഗ് റോ മെറ്റീരിയലും പ്ലസ് പർച്ചേസ്. ഓപ്പണിംഗ്, അപ്പോൾ കൺസപ്ഷനാണ് നമുക്ക് വേണ്ടത്. അതായത് ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് കാണുന്നത്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കാണാൻ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ്. ഓക്കെ, പ്ലസ് എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഈ ക്യാരേജ് ഓൺ പർച്ചേസ് പോലെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. മൈനസ് ക്ലോസിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കിട്ടും. ദെൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഇൻറ്റു 365 അടിക്കുമ്പോൾ നിങ്ങൾക്ക് റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ്, റോ മെറ്റീരിയൽ എത്രയാണ് നമ്മുടെ സ്റ്റോറേജിൽ, എത്ര ആവറേജ് റോ മെറ്റീരിയൽ എത്ര നിൽക്കുന്നുണ്ട് എന്നുള്ളത് കിട്ടും. റോ മെറ്റീരിയലിൻ്റെ ആവറേജ് സ്റ്റോറേജ് പീരീഡ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡബ്ല്യു മീൻസ് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? വർക്കിംഗ് പ്രോഗ്രസ്, ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് പീരീഡ്. അതായത് ഒരു മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ്സിൽ, അതായത് റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിയിട്ട് വർക്കിംഗ് പ്രോഗ്രസ്സിൽ എത്ര സമയം എടുക്കുന്നുണ്ട്, അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, അതിൻ്റെ ടൈം പീരീഡാണ് നമ്മൾ ഡബ്ല്യു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് ആവറേജ് പീരീഡാണ്. കാണാനുള്ള ഇക്വേഷൻ ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 365. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് കാണും. ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾ ഈ 365 ചെയ്യേണ്ട. ഒരു ദിവസത്തെ ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടാൽ പിന്നെ നിങ്ങൾ 365 ചെയ്യേണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇക്വേഷൻ ഷോർട്ടാക്കിയതാണ്. ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 365 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ കാണാൻ നിങ്ങൾക്കറിയാം. എങ്ങനെയാണ്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ 2. ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് കാണുന്നത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത് പറയുന്നത്? ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ ഒന്നാമത്തത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെയാണ് കാണുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്, അല്ലേ? ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് പ്ലസ് എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ ക്യാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, മൈനസ് ക്ലോസിംഗ്. അങ്ങനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. നമ്മളിവിടെ കണ്ടു കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇങ്ങനെയാണ് കാണാം.
ആ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് വേജ് ഉണ്ടെങ്കിൽ അത് പ്ലസ് ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസ് പ്ലസ് ദെൻ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ഇതാണ് എന്ത് പറയുന്നത്? ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആവറേജ് ആനുവൽ വർക്കിംഗ് പ്രോഗ്രസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് വേജ് പ്ലസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് പ്ലസ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ്. ഓക്കെ, ഇൻറ്റു 365 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഇൻ പ്രോഗ്രസ് ആവറേജ് പീരിയഡ് കിട്ടും. വർക്കിംഗ് പ്രോഗ്രസ് ആവറേജ് പീരിയഡ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എഫ് ആണ് കാണേണ്ടത്. എഫ് എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ഓഫ് ആവറേജ് സ്റ്റോക്ക് പീരിയഡ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആവറേജ് സ്റ്റോക്ക് പീരിയഡ് എത്രയാണെന്നുള്ളത്. അതായത് ഫിനിഷായി നിൽക്കുന്ന ഗുഡ്സ് നമ്മുടെ സ്റ്റോക്കായിട്ട് നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ വെയർ ഹൗസിൽ സ്റ്റോക്കായി കെട്ടിക്കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റോക്കായി നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആവറേജ് സ്റ്റോക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് കാണാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതാണ് ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കാണാനുള്ളത്. ഓപ്പണിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത് പറയുന്നത്? അതിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ദെൻ ഇൻറ്റു 365. ഇവിടെയും നമ്മൾ ആനുവൽ എടുക്കുന്നതിന് ഡെയിലി എടുത്തു കഴിഞ്ഞാൽ ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 365 ചെയ്യേണ്ടതില്ല. നേരത്തെ പറഞ്ഞാൽ അതേപോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ? എന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? CGS കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ദെൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 365 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമ്മുടെ വെയർ ഹൗസിൽ എത്ര മാസം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം നിൽക്കുന്നുണ്ട്. 365 അടിച്ചാൽ എത്ര ദിവസം നമ്മുടെ പിന്നെ വെയർ ഹൗസിൽ അത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് ആണ്. ദെൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള സാധനം നേരെ ഡെപ്റ്റേഴ്സിലേക്ക് നമ്മളിൽ നിന്ന് ആൾക്കാർ വാങ്ങും. ദെൻ അപ്പോഴും നമുക്ക് അവർ വാങ്ങുന്നത് കടത്തിനാണെങ്കിൽ നമുക്ക് എന്തെയില്ല? ക്യാഷായിട്ട് അത് കിട്ടില്ല. അപ്പോൾ ക്യാഷായിട്ട് കിട്ടാത്തത് കൊണ്ട് അവരെടുക്കുന്ന സമയം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനും കൂടിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇനിവേ നമ്മൾ എടുക്കുന്നത് ആവറേജ് ഡെപ്റ്റേഴ്സ് ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ബിൽസ് റെസീവബിൾ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ആവറേജ് എടുക്കുന്നത്? എങ്ങനെയാണ്? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡെപ്റ്റേഴ്സിൻ്റെ ആവറേജ് എടുക്കുക. ഓക്കെ, ദെൻ ഡിവൈഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ്. ശ്രദ്ധിക്കേണ്ടത് ചില ക്വസ്റ്റ്യനിൽ സെയിൽസ് എന്ന് മാത്രം തരികയാണെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന സെയിൽസിനെ എന്താക്കി എടുക്കുക? ക്രെഡിറ്റ് സെയിൽസ് ആക്കി എടുക്കുക. ഓക്കെ, സെയിൽസ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ തന്നിരിക്കുന്ന സെയിൽസിനെ ക്രെഡിറ്റ് സെയിൽസ് ആക്കി എടുക്കുക ഇൻറ്റു 365. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെപ്റ്റേഴ്സ് എത്രയാണെന്നുള്ളത് ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്യാഷായി, അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് വരാനുള്ള സമയം എത്രയാണ് അതുള്ളത് കിട്ടും. ഓക്കെ, ദെൻ മൈനസ് ഇത്രയും ചെയ്തതിന് ശേഷം മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ദെൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ക്രെഡിറ്റേഴ്സ് കളക്ഷൻ പീരീഡ്. നേരത്തെ നമ്മൾ കണ്ട ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡാണ്. ഡെപ്റ്റേഴ്സിൻ്റെ കളക്ഷൻ പീരീഡ് എത്രയാണെന്നുള്ളത്. ഇനി നമ്മൾ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡാണ്.
ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് നമ്മൾ കുറയ്ക്കാം. അതായത് ക്രെഡിറ്റേഴ്സിന് നമ്മൾ എത്ര ലാഗ് ചെയ്തിട്ടാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അത്രയും നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കാം. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നേരത്തെ അതേപോലെ തന്നെ അവിടെ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്നായിരുന്നു, ഇവിടെ ആവറേജ് ക്രെഡിറ്റേഴ്സ്. അവിടെ ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ഉള്ളത്, ഇവിടെ ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ. ഡിവൈഡഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365. ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365. ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഈ 365 നിങ്ങൾക്ക് ഒഴിവാക്കാം. എങ്ങനെ? നിങ്ങളിവിടെ എടുക്കുകയാണെങ്കിൽ ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് അല്ലെങ്കിൽ ഡെയിലി ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻറ്റു 365 ചെയ്യേണ്ട ആവശ്യമില്ല. ആർ എത്ര സമയം എടുക്കുന്നുണ്ട്, ഡബ്ല്യൂവിൽ എത്ര സമയം എടുക്കുന്നുണ്ട്, എഫിൽ എത്ര സമയം എടുക്കുന്നുണ്ട്, ഡെപ്റ്റേഴ്സ് ഡിയിൽ എത്ര സമയം എടുക്കുന്നുണ്ട് നോക്കി. എന്നിട്ട് അതിൽ നിന്ന് സി കുറച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇത് സി കുറയ്ക്കുന്ന സമയത്ത് ടോട്ടൽ ചെയ്യുന്ന ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് എഫ് പ്ലസ് ഡി പ്ലസ് മൈനസ് സി അടിക്കുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെന്ന് പറയുന്നത്? ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എൻ ഇയർ. ഒരു വർഷത്തിൽ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ട് എന്നുള്ളത് കണക്കാക്കാനാണ്. വളരെ സിമ്പിളാണ് അത് കണക്കാക്കാൻ. 365 ഡിവൈഡഡ് ബൈ പീരിയഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. 365 ഡിവൈഡഡ് ബൈ നിങ്ങളിവിടെ ചെയ്തിരിക്കുന്ന പീരിയഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടെന്ന് കിട്ടും. ദെൻ അടുത്തതോ അത് കണ്ടെത്തിയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ആവശ്യമുണ്ടെന്ന് കാണാം. അതെങ്ങനെയാണ് കാണുക? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എൻ ഇയർ. ഒരു വർഷത്തെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഒരു വർഷം എത്രയാണോ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് സെയിൽസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരുപാട് ഇക്വേഷൻ കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്തത് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം ഇതാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കമ്പ്യൂട്ട് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എ ഡേയ്സ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? പീരിയഡ് കവേർഡ് 365 ഡേയ്സ്. അത് പറയുമ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് ഒരു വർഷത്തിൽ എത്ര ഡേയ്സാണ് തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 360 ഡേയ്സ് ഇൻ എൻ ഇയർ എന്ന് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 360 എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതല്ല 365 തന്നിട്ടുണ്ടെങ്കിൽ 365 എടുക്കുക. ഇനി ഒന്നും തന്നിട്ടില്ലെങ്കിലും 365 എടുക്കുക. ഓക്കെ, അപ്പോൾ പീരിയഡ് കവേർഡ് 365 ഡേയ്സ്. ദെൻ ആവറേജ് പീരിയഡ് ക്രെഡിറ്റ് അലൗഡ് ബൈ ദി സപ്ലൈസ്. ആവറേജ് പീരിയഡ് ക്രെഡിറ്റ് അലൗഡ് ബൈ ദി സപ്ലൈസ്. നമ്മുടെ സപ്ലൈസ് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന പീരിയഡ്. അപ്പോൾ ഈ സാധനം നമ്മൾ ക്വസ്റ്റ്യനിൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കണ്ടുപിടിക്കേണ്ടി വരിക. ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്? ഇപ്പോൾ ആവറേജ് പീരിയഡ് ക്രെഡിറ്റ് അലൗഡ് ബൈ ദി സപ്ലൈസ് 16 ഡേയ്സ്. നേരത്തെ ക്വസ്റ്റ്യനിലുള്ള 16 ഡേയ്സ് അല്ലേ? ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആവറേജ് പീരിയഡ് എത്രയാണ്? 16 ഡേയ്സ്. ഇത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. സി നേരത്തെ ഇക്വേഷനിലുള്ള സി ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ആവറേജ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ആവറേജ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് 480 അല്ലേ? 480. ദെൻ ആവറേജ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഇതിലെല്ലാം എമൗണ്ട് ഇൻ 1000 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എല്ലാ എമൗണ്ടും 1000-ലാണ്. അപ്പം ആവറേജ് ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര? 4,80,000 വരും. ഓക്കെ, ഇതെല്ലാം അപ്പോൾ ആവറേജ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് 480, എല്ലാ എമൗണ്ടും 1000-ലാണ്. റോ മെറ്റീരിയൽ കൺസപ്ഷൻ 4,400. ഓക്കെ, 4,400. ദെൻ അപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽ എത്രയാണ് കൺസപ്ഷൻ കാണേണ്ട ആവശ്യമില്ല, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്.
ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 ആണ്. അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് 10,500. ദെൻ സെയിൽസ് ഫോർ ദി ഇയർ 16,000. സെയിൽസ് ഫോർ ദി ഇയർ 16,000. ദെൻ വാല്യൂ ഓഫ്, അപ്പോൾ സെയിൽസ് ഫോർ ദി ഇയർ 16,000 അതും തന്നിട്ടുണ്ട്. മീൻസ് ദെൻ വാല്യൂ ഓഫ് ആവറേജ് സ്റ്റോക്ക് മെയിൻറ്റെയിൻഡ്. വാല്യൂ ഓഫ് ആവറേജ് സ്റ്റോക്ക് മെയിൻറ്റെയിൻഡ്. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആവറേജ് സ്റ്റോക്കിൻ്റെ വാല്യൂ, അതിൽ റോ മെറ്റീരിയലിൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 320 ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് 350 ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൽ നമുക്ക് 260 ആണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഇതെങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ, റോ മെറ്റീരിയൽ കൺസപ്ഷൻ പ്ലസ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ എടുക്കുന്ന പീരിയഡ് പ്ലസ് ഫിനിഷ്ഡ് സ്റ്റോക്കിന് എടുക്കുന്ന പീരിയഡ് പ്ലസ് ഡെപ്റ്റേഴ്സ് കളക്ട് ചെയ്യാൻ എടുക്കുന്ന പീരിയഡ് മൈനസ് അതിൽ നിന്ന് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പീരിയഡ്. അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ് കിട്ടും അല്ലേ? അതായത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടും. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാം. ഒന്നാമത്തെ ആദ്യം നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. നമ്മൾ ആ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ട് ചെയ്യാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കമ്പ്യൂട്ട് ചെയ്യാൻ ആദ്യം നമുക്ക് എന്താണ്? റോ മെറ്റീരിയൽ കൺസപ്ഷൻ എടുക്കുന്ന പീരീഡ്, റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് കാണാം. 6 അല്ലേ? 6 ആണ് റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ്. റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസപ്ഷൻ ഇൻറ്റു 365 അല്ലേ? അപ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ഇതിൽ തന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 320 ആണ്. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ആവറേജ് 350 ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെത് 260 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ആവറേജ് കാണേണ്ട ആവശ്യമില്ല. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കാണും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടും. അതേപോലെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കിട്ടും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കിട്ടും. പക്ഷേ ഇതിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനി കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് വരാം. റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ്, ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. എത്ര? ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയലും തന്നിട്ടുണ്ട് അല്ലേ? എന്താ? റോ മെറ്റീരിയൽ കൺസപ്ഷൻ, ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൺസപ്ഷൻ എത്രയാണ്? 4,400. ഓക്കെ, ദെൻ ഇൻറ്റു 365 ആ അടിക്കുന്ന സമയത്ത് നമുക്ക് ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 27 ഡേയ്സ് കിട്ടും. വൺസ് അഗെയിൻ, ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 320 ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസപ്ഷൻ തന്നിട്ടുണ്ട് 4,400, 165. സോ 27 ഡേയ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 6 കിട്ടി. ദെൻ അടുത്ത വേണ്ടത് W അല്ലേ? അതായത് പിന്നെ ആവറേജ് പീരിയഡ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, അതായത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനും ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് പ്ലസ് ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് കാണണം. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ്? 350 അല്ലേ? 350 തന്നിട്ടുണ്ട്. സോ 350. ദെൻ ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 10,000 തന്നിട്ടുണ്ട്. ഇൻറ്റു 365 അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 9 ഡേയ്സ് കിട്ടും. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ദെൻ ഇനി അടുത്ത് കാണാനോ? ഫിനിഷ്ഡിൻ്റെത് അല്ലേ? ഫിനിഷ്ഡിൽ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്.
രണ്ടാമത് നമുക്ക് കാണേണ്ടത് വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ ആവറേജ് പീരിയഡ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്. വർക്കിംഗ് പ്രോഗ്രസ്സിൽ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വർക്കിംഗ് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നതാണ് ഇനി നമുക്ക് കാണേണ്ടത്. കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഡിവൈഡ് ബൈ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട് 350 ദെൻ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്. എന്താണ് ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട് 10,000 ആണ്. അപ്പോൾ 350 ഡിവൈഡ് ബൈ 10,000 ഇൻറ്റു 365 അതടിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 13 ഡേയ്സ് ആണ് എന്ത് കിട്ടുന്നത്? W അല്ലേ, വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് എന്ത് കിട്ടും? 13 ഡേയ്സ് കിട്ടും. ഇനി അടുത്ത ആളാരാണ്? അടുത്ത ആള് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോറേജ് പീരീഡ്. ഇതിനെ നമുക്ക് കാണാൻ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോറേജ് പീരീഡ് കാണാൻ നമുക്കറിയാം. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോറേജ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 260 ആണ്. 260 ദെൻ ആനുവൽ കോസ്റ്റ് ഓഫ് സെയിൽസ്, അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ട് 10,500 അല്ലേ. 10,500 ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ദെൻ 10,500 ഇൻറ്റു 365 അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 9 ഡേയ്സ് കിട്ടും. ഓക്കെ, 9 ഡേയ്സ്. ദെൻ അങ്ങനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഡ്യൂറേഷൻ കൊണ്ട് എത്ര സമയം എടുക്കുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോറിൽ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടി കണ്ടു. ദെൻ ഇനി നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സും കഴിഞ്ഞ് നമ്മൾ ഡെപ്റ്റേഴ്സിലേക്ക് സ്ഥാനത്തുമ്പം അവരെത്ര സമയം നമുക്ക് തരാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണണം. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. ആവറേജ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടോ നമ്മുടെ ക്വസ്റ്റ്യനിൽ? നോക്കൂ, ആവറേജ് ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് 480 അല്ലേ. ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് 480 ആണ്. ദെൻ ആനുവൽ ക്രെഡിറ്റ് സെയിൽസ്, ഓക്കെ, ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് ഫോർ ദി ഇയർ 16,000 തന്നിട്ടുണ്ട്. ദെൻ 16,000 ഇൻറ്റു 365 11 ഡേയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടി, അതേപോലെ ഡെപ്റ്റേഴ്സ് കിട്ടി. ഓക്കെ, ദെൻ ഇനി R പ്ലസ് W പ്ലസ് F പ്ലസ് N എല്ലാം പ്ലസ് ചെയ്യുക. നമ്മൾ ഇതെല്ലാം പ്ലസ് ചെയ്യുക. അപ്പോൾ 27 പ്ലസ് 13 ഡേയ്സ് പ്ലസ് 27 ഡേയ്സ് പ്ലസ് 13 ഡേയ്സ് പ്ലസ് 9 ഡേയ്സ് പ്ലസ് 11 ഡേയ്സ് ഈസ് ഈക്വൽ ടു 16 ഡേയ്സ് ആണ് എന്ത് പറയുന്നത്? ഗ്രോസ് പീരിയഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണം. പക്ഷേ നമുക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സ് കുറച്ച് സമയം എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന്ന് കുറയ്ക്കണം അല്ലേ. ലെസ് ആവറേജ് പീരിയഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ദി സപ്ലൈസ് മീൻസ് നമ്മളെ ക്രെഡിറ്റേഴ്സ് എത്രയാണ് അവർ അനുവദിക്കുന്നത്? അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. പല ക്വസ്റ്റ്യനിലും, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും അത് നമ്മൾ ഇതേപോലെ ഡെപ്റ്റേഴ്സ് കണ്ടതുപോലെ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. പിന്നെന്താണ്? ആവറേജ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളത് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 16 ഡേയ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ 60 ഡേയ്സ് ഡിവൈഡ് ബൈ 16 ഡേയ്സ് ഈസ് ഈക്വൽ ടു 44 ഡേയ്സ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് എത്താൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷായിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്താൻ 44 ദിവസം എടുക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് വീണ്ടും തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക്, നിങ്ങളുടെ സെയിൽസിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ നിങ്ങൾക്ക് എത്ര ദിവസം എടുക്കും? 44 ദിവസം എടുക്കും. ദെൻ ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എൻ ഇയർ. ഒരു വർഷത്തിൽ എത്ര ഇങ്ങനത്തെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരും? ഓക്കെ, 365 ദിവസമാണ് ഒരു വർഷത്തിലെങ്കിൽ നോക്കൂ, 8.3 അതായത് 8 പ്രാവശ്യം എന്ത് ചെയ്യും? ഒരു വർഷത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് എത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? 365 ഡിവൈഡഡ് ബൈ 44 ഡേയ്സ് അല്ലേ. 44 8.3. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കാണണം. എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്, എത്രയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്? നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നു, കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എൻ ഇയർ അല്ലേ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ആൻ ഇയർ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത്?
10,500 അല്ലേ, ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എ ഇയർ 8.3 ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. സോ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 10,05,000-നെ 8.3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1,265 വരും. 1,260 റിക്വയർഡ് വർക്കിംഗ് ക്യാപിറ്റൽ, അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ ചെയ്യും. അതായത് 1,26,000 12,65,000 നമുക്ക് എന്ത് വരും? 12,65,000 വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് റിക്വയർ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് പ്രകാരം നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റൽ അത്രയാണ് ആവശ്യമായി വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.